എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ മുൻപ് കണ്ട ആ 2 ലോക്കോ പൈലറ്റ്സ് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം, അവരിപ്പോ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു, നമ്മൾ രണ്ടുപേരും മാത്രമാണ് ആ പാർട്ടിയിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞ് ഉഷാറായിട്ട് ഓടും. അപ്പൊ ആ മെലിഞ്ഞവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. യെസ്, നമ്മൾ ഒരു വിധത്തില് അവിടേക്ക് എത്തി. പൗലിയുടെ കല്യാണം അത് ഇത്ര അടിപൊളിയായിട്ട് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കേട്ട് കൂടെയുള്ളവൻ ഷോക്കാവും. അവൻ ചോദിക്കും, നീ എന്തായി പറയണേ, പൗലിയുടെ കല്യാണോ? അതിനവൻ പറയും, അതെ, ആ മെലിഞ്ഞ പെണ്ണ് നാമി, അവളുമായിട്ട് ഇന്ന് പൗലിയുടെ കല്യാണമല്ലേ. ഉടനെ അവൻ, വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയണ്ട, ആരെങ്കിലും കേട്ടാ നിന്റെ കഥ കഴിക്കും. തൽക്കാലം ഒന്നും മിണ്ടാതെ നീ എന്റെ കൂടെ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പക്ഷെ അവനാണെങ്കിൽ സമ്മതിക്കാൻ തയ്യാറാവില്ല. നീ കണ്ടതല്ലേ അവസാനമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ആ പെണ്ണും പൗലിയും അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതവരുടെ കല്യാണം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അത് കേൾക്കുമ്പോ ഇപ്പൊ അവന്റെ മനസ്സിലും എന്തൊക്കെയോ സംശയം. നീ ഒരു പക്ഷേ ഇവൻ പറയുന്നത് പോലെ തന്നെ അത് പൗലിയുടെ കല്യാണം ആയിരിക്കോ? അങ്ങനെയാണെങ്കിൽ ഞാനും അവരെ വിഷയൊന്ന് പറഞ്ഞ് 2 മണ്ടന്മാരും ഉഷാറായിട്ട് അവിടേക്ക് ഓടിപ്പോവും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ പാർട്ടി നടക്കുന്ന സ്ഥലം കാണിക്കും. ലോകത്തുള്ള ചെയർ മുഴുവൻ അടുക്കി വെച്ച് ഇതിന്റെ ഏറ്റവും മുകളിലായി ഒരു ടേബിൾ വിട്ട് നമ്മുടെ ഉസോപ്പ് അവൻ വിളിച്ചു പറയും, ഞാനാണ് സോഹേ കിങ്, ഞങ്ങളുടെ രാജ്യത്തിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ആള് ഞാനാണെന്നൊക്കെ പറഞ്ഞ് വമ്പൻ ആക്ഷൻ കാണിക്കുകയാണ്. ഇവിടെ ഫ്രാങ്കെ ആണെങ്കിൽ ഫ്രീക്കത്തികളുമായിട്ട് നിർത്താതെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് കുറെ കുട്ടികളുടെ ഇടയില് നമ്മുടെ സാഞ്ചി അവൻ ഭയങ്കര ഫുഡൊക്കെ ഉണ്ടാക്കി ഒടുക്കത്തെ ആക്ഷനൊക്കെ ഇട്ട് കുട്ടികളെ ത്രസിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. സോറോ ആണെങ്കിൽ അവനെ പോലുള്ള ഒരുപാട് കിങ്കരന്മാരുടെ ഇടയിലിരുന്ന് വെള്ളം അടിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഫുഡിനോടാണ് ക്രഷ്. അവൻ വായും വയറും നിറയെ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാവരും ആ ഒരു ഐലാൻഡ് മുഴുവനായിട്ട് അടിച്ചു പൊളിച്ച് പാർട്ടിയൊക്കെ ആഘോഷിച്ച് ആ ഒരു രാത്രി അതങ്ങനെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇപ്പൊ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കും കാണിക്കുക. അവിടേക്ക് ഒരു സോൾജിയർ അവൻ ഓടി വന്നു പറയും, നമ്മൾ അയച്ച ആ ഒരു നേവി കപ്പലിനെയും ഷങ്സാൻ ടീം തല്ലി തോൽപ്പിച്ചു കഴിഞ്ഞു, നമുക്ക് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഷങ്സിന്റെ കൂടെ തന്നെ ആ വൈറ്റ് ബിയർഡും അവർ രണ്ടുപേരും ചേർന്നാണ് ഇത് ചെയ്തത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വാട്ടർ ഐലാൻഡ് കാണിക്കും. ഇവിടെ എല്ലാവരും പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും കൂർക്കം വലിച്ചുറങ്ങാണ്. പക്ഷെ ഐസ്ബർഗ് അവൻ മാത്രം അവന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ അവിടുന്ന് അങ്ങനെ ദൂരെ കടലിന്റെ മറ്റൊരു ഭാഗത്ത് കാണിക്കും. ഒരു സൈഡില് ആ വൈറ്റ് ബിയർഡ്, അവിടുന്ന് കുറച്ച് ദൂരെയായി ഓപ്പോസിറ്റ് സൈഡ് ആ ഷങ്സും. ഉടനെ ഏതോ ഒരു പൈലറ്റ് ഇപ്പോ വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് വരും. അവൻ വൈറ്റ് ബിയർഡിനോട് പറയും, അത്യാവശ്യമായിട്ട് നിങ്ങൾ ഷാങ്സിന് മീറ്റ് ചെയ്യണം, ഒന്ന് അവന്റെ അടുത്തേക്ക് വരാമോ? അതിനാ വൈറ്റ് ബിയർഡ് അവൻ ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, അവൻ എന്തെങ്കിലും കാര്യം എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ അവന്റെ ചീപ്പ് ഈഗോ അതൊക്കെ മാറ്റിവെച്ച് എന്റെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കണം. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ വീണ്ടും ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കും. അവിടെ നേവി ടീംസ് എല്ലാവരും ഇപ്പൊ പരസ്പരം എന്തൊക്കെയോ പെറുപെറുക്കുവാണ്. ഷങ്സും വൈറ്റ് ബിയർഡും അവർ രണ്ടുപേരും ഒന്നിച്ചു, ഇനി നമുക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. ഉടനെ കമാൻഡർ പറയും, ഇനി നമ്മുടെ ജോലി അത് കൂടുകയാണ്, സോ എല്ലാവരും തയ്യാറായി നിൽക്കണം. കട്ട് ചെയ്താ ഷങ്സ് ആണെങ്കിൽ ഒരു വലിയ ആൽക്കഹോൾ ബോട്ടിലൊക്കെ ആയി സ്റ്റൈലായിട്ട് നടന്നു വരികയാണ്. അവനങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്തോറും അടുത്തുണ്ടായിരുന്ന പൈലറ്റ്സ് അവരെല്ലാവരും ബോധം കെട്ട് വീഴാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഷങ്സ് അവൻ ഹക്കി പവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ ഒരു പവർ എന്താണെന്ന് അത് മുൻപോട്ട് പോകുമ്പോ കൂട്ടുകാർക്ക് പിടികിട്ടും. ഉടനെ ഏതോ ഒരുത്തൻ ഇപ്പൊ ദേഷ്യപ്പെട്ട് ഷങ്സിനോട് പറയും, നീ ഇവരെയൊക്കെ എന്താ ചെയ്തേ? വൈറ്റ് ബിയർഡിനോട് സംസാരിക്കുന്നതിന് മുൻപ് ആദ്യം നീ ഇവരെ നോർമലാക്കി മാറ്റ്. പക്ഷെ ഷങ്സ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൻ കൊണ്ടുവന്ന ഒരു ലോക്കൽ കള്ള് അതങ്ങനെ ഒഴിച്ച് വൈറ്റ് ബിയർഡിന് കൊടുക്കും. അതൊരല്പം കുടിക്കുമ്പോ തന്നെ വൈറ്റ് ബിയർഡിന് മനസ്സിലാവും അതൊരു ലോക്കൽ കള്ളാണെന്ന്. ഇതൊരു വൃത്തികെട്ട സാധനമാണ്, ഇതെന്തിനാ നീ എനിക്ക് കൊണ്ടുവന്നേ? ഉടനെ ഷങ്സ് പറയും, അയ്യോ ഇല്ല ഇല്ല, അത് നല്ല കള്ളാണ്, നിങ്ങൾ ശരിക്കൊന്ന് ഒറ്റ വലിക്ക് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫീലും മനസ്സിലാവും. അത് കേട്ട് വൈറ്റ് ബിയർഡ് അത് മുഴുവൻ ഒറ്റയടിക്ക് വലിച്ചു കുടിച്ച് പഴയ സ്റ്റോറീസ് ഒക്കെ പറയാനായിട്ട് ആരംഭിക്കും. 25 കൊല്ലം മുൻപ് ഓൾറെഡി റോജറിന്റെ കപ്പലിലാണ് ഷങ്സ് അപ്പറൻറ്റീസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അന്ന് വൈറ്റ് ബിയർഡ് ഓൾറെഡി റോജറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഷങ്സിനെയും ബക്കിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തത്. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ അതൊക്കെ ആലോചിച്ച് പൊട്ടിച്ചിരിക്കും. വൈറ്റ് ബിയർഡ് ചോദിക്കും, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചോപ്പ മൂക്കൻ ഇപ്പൊ എവിടെയുണ്ട്? അതിന് ഷങ്സ് പറയും,
കോൾഡ് ഡി റോജറിനെ എക്സിക്യൂഷൻ ചെയ്തതിന് ശേഷം അവൻ എന്റെ കൂടെ വന്നിട്ടില്ല. അവൻ എന്നോട് ദേഷ്യപ്പെട്ട് ഒറ്റയ്ക്ക് എവിടേക്കോ പോയി. ഞാൻ ബഗ്ഗെ ഇപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പൊ അവൻ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നുവെന്നോ എനിക്കറിയില്ല. ഉടനെ ആ വൈറ്റ് ബിയർഡ് ചോദിക്കും, നിന്റെ ഒരു കൈ അതെങ്ങനെയാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോയത്? അത് കേട്ട് ഷങ്സ് അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ലൂഫിയെ കുറിച്ച് ആലോചിക്കും. ഷങ്സ് ഉടനെ നൈസായിട്ട് വിഷയം മാറ്റാൻ തുടങ്ങും. ഞാൻ ഒരുപാട് ഫൈറ്റുകൾ എന്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് പരുക്കുകൾ സംഭവിച്ചു. അങ്ങനെയാണ് എനിക്ക് എന്റെ കൈയും അവസാനം നഷ്ടമായത്. ഷങ്സിന്റെ മുഖത്തുള്ള ആ ഒരു പരുക്ക് അത് ഹോക്കായുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. ഷങ്സ് പറയും അവനൊരു കറക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും നാളും അവൻ വൈറ്റ് ബിയർഡിന്റെ ഷാഡോയ്ക്കുള്ളിലായിരുന്നു. അവിടെ വെച്ച് അവന്റെ റിവെഞ്ചുകൾ അതൊന്നൊന്നായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവന്റെ പവറോ അവന്റെ മൈൻഡ് സെറ്റോ അവന്റെ ആറ്റിറ്റ്യൂഡോ അതൊന്നും തന്നെ ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. അവന്റെ ലക്ഷ്യം അതൊരുപക്ഷെ നിങ്ങളുടെ സ്ഥാനമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് അതിനു മുകളിൽ എത്താനായിരിക്കും അവൻ ശ്രമിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ബിയർഡിന്റെ പിന്നാലെ പോയിരിക്കുന്ന എയ്സ് അവനെ കണ്ടെത്തി തടയുക എന്നാണ്. എയ്സ് ഒരു ചെറിയ പയ്യനാണ്. അവന്റെ പവറും എബിലിറ്റിയും കൊണ്ട് ഒരു കാരണവശാലും ബ്ലാക്ക് ബിയർഡിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ കാര്യം പറയാനാണ് ഞാനിപ്പോ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അത് കേട്ട് വൈറ്റ് ബിയർഡ് ആള് കുലുങ്ങി ചിരിക്കും. അപ്പോഴായിരിക്കും വൈറ്റ് ബിയർഡ് പറയാ, ആക്ച്വലി ആ ബ്ലാക്ക് ബിയർഡ് അവൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞു. അതായത് സ്വന്തം ക്രൂവിലുള്ള ഒരു മെമ്പറിനെ അവൻ കൊന്നു തള്ളി. അതൊരു ഗോൾഡൻ റൂളാണ്. സോ അത് അവൻ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഒരു കാരണവശാലും അവനെ ഞാൻ വെറുതെ വിടില്ല. കാരണം ഇവിടെയുള്ള ഓരോ മെമ്പേഴ്സും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ പോലെയാണെന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് ഇപ്പൊ ഒരു വലിയ പ്ലേറ്റ് എടുത്ത് ഷങ്സിന്റെ മുൻപിലേക്ക് എറിയും. അത് കണ്ട ഷങ്സ് അവന്റെ കത്തി പുറത്തേക്ക് എടുക്കും. പിന്നീട് രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ് അട്ടിയിട്ടി ഫൈറ്റ്. അവരുടെ വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ അവിടെ മേഘങ്ങൾക്കിടയിൽ വലിയ കോളുകൾക്ക് സംഭവിക്കും. വൈറ്റ് ബിയർഡിന്റെ ക്രൂ മെമ്പേഴ്സ് അവർ ഷോക്കായിട്ട് മുകളിലേക്ക് നോക്കും. മേഘപാളികളിൽ ഇപ്പൊ വലിയൊരു വിള്ളല് വീണിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഫ്രാങ്ക് ആൻഡ് ടീംസ് അവരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ദിവസങ്ങളോളം ഇരുന്ന് അവരുടെ വീട് അത് പഴയതുപോലെ ബിൽഡ് ചെയ്യാണ്. അപ്പൊ പതിവ് പോലെ ബേർഡ് അതിപ്പോ ന്യൂസ് പേപ്പർ കറക്റ്റ് ആയിട്ട് അവിടേക്ക് കൊണ്ടുയിടും. സോംബി ആ പേപ്പർ എടുത്ത് ഇപ്പൊ കാര്യമായിട്ട് വായിക്കാൻ തുടങ്ങും. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എനിസ് ലോബി കുറിച്ചുള്ള വാർത്ത വളരെ പ്രധാനമായിട്ട് തന്നെ അതിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഇനി ആ വാർത്തയെ നിർണയിച്ചിരിക്കും നമ്മുടെ ആൾക്കാരുടെ വിധി. അവനാണെങ്കിൽ ആ ആർട്ടിക്കിൾ മുഴുവനായിട്ടും അരിച്ചു പെറുക്കി വായിക്കും. പക്ഷെ അവരെ കുറിച്ച് അതിലൊരു വരി പോലും പരാമർശിച്ചിട്ടുണ്ടാവില്ല. അവർ ഷോക്കാവും. ഇതെങ്ങനെ സംഭവിച്ചു? ആക്ച്വലി നമ്മൾ കൂടെ ചേർന്നല്ലേ എനിസ് ലോബി അത് തകർക്കാൻ ഇടയാക്കിയത്. നമ്മുടെ പേര് അതെങ്ങനെ അവര് വിട്ടുപോയെന്ന് പറഞ്ഞ് അവര് തലയൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ഗാലില കമ്പനിയിൽ നമ്മുടെ ആൾക്കാരും ആ ന്യൂസ് കേട്ട് ഷോക്കാവും. റോബിന് കറക്റ്റ് ആയിട്ട് പിടികിട്ടും ഈ ന്യൂസിന്റെ പിന്നില് അവക്കേച്ചി തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മുടെ ആൾക്കാരെ കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടും മോശമായിട്ടൊക്കെയാണ് വാർത്ത വന്നിരിക്കുന്നത്. സോ വേൾഡ് ഗവൺമെന്റും നമ്മുടെ ആൾക്കാരും തമ്മിൽ വലിയൊരു ശത്രുതയ്ക്കും വാറിനും ഒക്കെ വഴിവെച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഫ്രാങ്കി അവനാണെങ്കിൽ ആ ഒരു വലിയ കപ്പൽ ഉണ്ടാക്കാനായി ഹാർഡ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ഐസ്ബർഗ് അവൻ അവിടേക്ക് ഒന്ന് ചോദിക്കും, എന്തു പറ്റി? നീ ഇപ്പൊ ഒറ്റയ്ക്കാണോ ഈ വർക്കൊക്കെ ചെയ്യുന്നത്? നിനക്കെന്റെ സഹായം അത് ആവശ്യമില്ലേ? ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ നിൽപ്പും ചോദ്യമൊക്കെ കണ്ട് ഷോക്കാവും. ഉടനെ ഫ്രാങ്കി പറയും, നിനക്കെന്നെ സഹായിക്കാൻ ഇത്ര ആഗ്രഹമുണ്ടോ? കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്, എനിക്ക് ഉണ്ടാക്കാനുള്ള കപ്പലിന്റെ ഒരു മോഡൽ തയ്യാറാക്കിത്താ. ഇത് റെഡിയാക്കാൻ ഐസ്ബർഗിനും സന്തോഷാണ്. പക്ഷെ അവൻ കുറച്ചു നാളായി കപ്പലുകളൊന്നും ഉണ്ടാക്കാത്തോണ്ട് വലിയ ടച്ച് ഒന്നും ഇല്ലാന്ന് പറയും. ഫ്രാങ്കി ആണെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. ഉറപ്പായിട്ടും നിന്നെ കൊണ്ട് കഴിയും. ഉടനെ പൗലിയും ടീമും അവിടേക്ക് വരും. അവര് പറയും, നിങ്ങൾ ഒറ്റയ്ക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു കപ്പൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ സ്ട്രോ ഹാർട്ട് ലൂഫിക്ക് വേണ്ടിയല്ലേ ഈ ഒരു കപ്പൽ ഉണ്ടാക്കുന്നത്. സോ ഞങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കേട്ട് സങ്കടാവും. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇത്രയും സ്നേഹമുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നോ? ഓക്കെ, എനിക്ക് സന്തോഷായി. എല്ലാവരും വന്ന് സഹായിക്കാനായിട്ട് ഇപ്പൊ ഫ്രാങ്കി പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി കപ്പൽ ഉണ്ടാക്കുന്ന കാര്യം നാമി ലൂഫിയോട് പറയും. അവൻ മുൻപ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് അവൻ മാത്രം അറിഞ്ഞിരുന്നില്ല. അവൻ ഫുൾ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. ഉടനെ നാമി അവൾ ഷോപ്പിങ്ങിന് പോവാൻ വേണ്ടി അവളുടെ സീക്രട്ട് ബോക്സ് അത് ഓപ്പൺ ചെയ്യും. അപ്പൊ അതില് ഒരേ ഒരു കെട്ട് പണം മാത്രമേ ബാക്കിയുണ്ടാവൂ. അവള് ഷോക്കായിട്ട് കൈയും തലയൊക്കെ ആ പെട്ടിക്കകത്തിട്ട് അവിടെ എവിടെയെങ്കിലും
പണം ഉണ്ടോ ചെക്ക് ചെയ്യും. പക്ഷെ അവിടെ എവിടെയും ഒന്നും കാണാനുണ്ടാവില്ല. ഉടനെ നാമി നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഇതിനുള്ളിൽ 1 മില്യൺ ബെറീസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില് ഒരേ ഒരു കെട്ട് മാത്രമേ കാണാനുള്ളൂ, ബാക്കി പണമൊക്കെ എവിടെ? അപ്പോഴായിരിക്കും നമ്മുടെ ലൂഫി അവൻ ഇളിച്ചുകൊണ്ട് പറയാ, കഴിഞ്ഞ ദിവസത്തെ പാർട്ടി അത് പൊടി പൊടിച്ചത് ആ ക്യാഷ് ഉപയോഗിച്ചാണ്. നമ്മിക്കാണെങ്കിൽ ദേഷ്യം കയറി കയറി വരും. യു ആർ അൺബിലീവബിൾ. നമ്മുടെ തന്നെ കാശ് ഉപയോഗിച്ച് നീ ഇവിടെയുള്ളവർക്ക് പാർട്ടി കൊടുത്തല്ലേ? നീ ഇത്രയും വലിയൊരു മണ്ടനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവള് ചാടി വന്ന് ഇപ്പൊ ലൂഫിയെ അറഞ്ച പൊറഞ്ച ഇടിക്കും. ലൂഫി അവളുടെ കാല് പിടിച്ചു പറയും, ദയവ് ചെയ്ത് ഇനി എന്നെ അടിക്കരുത്, നമുക്കവര് പുതിയ ഷിപ്പ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? നാമിക്കാണെങ്കിൽ ലൂഫി എന്തൊക്കെ പറഞ്ഞിട്ടും സമാധാനം ആവില്ല. അവള് നിലത്തിരുന്ന് നെഞ്ചത്തടിച്ച് കരയും. പക്ഷെ ലൂഫി ആണെങ്കിൽ വീണ്ടും ക്യാഷ്വലായിട്ട് ചോദിക്കും, നാമി കുറച്ച് കാശ് എനിക്കതാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോണം, പിന്നെ മൊത്തത്തിലൊന്ന് കറങ്ങി അടിച്ച് ഞാൻ തിരിച്ചു വരാം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആ ഗ്രാമത്തിലൂടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഹാപ്പിയായി നടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.